ബികോം സിക്സ്ത് സെമ്മിൽ പഠിക്കാനുള്ളൊരു പേപ്പറാണല്ലോ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വിത്ത് ടാലി. അതിൽ ടാലി സോഫ്റ്റ്വെയർ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് വർക്കുകൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു രീതിയാണ് അല്ലേ. ഒരു നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് ടാലി. അപ്പം ടാലി എങ്ങനെ അത് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിൽ ടാലി നമ്മൾ ഡെസ്ക്ടോപ്പിൽ ടാലി ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ടാലി ഇതിൽ പ്രോഗ്രാമിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കണ്ടെത്താം. ഇവിടെ ഞാൻ ഡെസ്ക്ടോപ്പിൽ ടാലി 9 ഇതാണ് ടാലി സ്ക്രീൻ. ഫസ്റ്റ് നമ്മൾ ടാലി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ടാലി സ്ക്രീൻ ഇവിടെ ടാലി ERP9 ആണെങ്കിൽ ERP9 എന്ന് കാണിക്കും. ഏത് വേർഷനാണോ അത് നമുക്ക് ഇവിടെ കാണിക്കും. അപ്പം ടാലി സ്ക്രീനാണ്. ഈ സ്ക്രീനൊന്ന് പരിചയപ്പെടാം ആദ്യമായിട്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ലൈനാണ് എന്ത്, ടൈറ്റിൽ ബാർ. ടാലി സൊല്യൂഷൻ ഏത് വേർഷനാണോ അതായിരിക്കും ഇവിടെ കാണിക്കുന്നത്, ടൈറ്റിൽ ബാർ. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണാം ഹൊറിസോണ്ടൽ ബട്ടൺ ബാറാണിത്. അതിലാണ് പ്രിൻ്റ്, എക്സ്പോർട്ട്, ഇമെയിൽ, അപ്ലോഡ്, ലാംഗ്വേജ്, കീബോർഡ്, ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാണാം. ഇതൊക്കെ എന്താണ്, ഹൊറിസോണ്ടൽ ബട്ടൺ ബാറാണ്. പിന്നെ വേറൊരു ബട്ടൺ ബാറാണ് റൈറ്റ് സൈഡിൽ കാണുന്ന കുറച്ച് ഫങ്ഷൻസ് കീകൾ. സെലക്ട് കമ്പനി, F1, F2, F3. പിന്നെ നമ്മൾ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് എല്ലാ വൗച്ചേഴ്സിൻ്റെയും ഫങ്ഷൻ കീ ഈ സൈഡിലാണ് വരുന്നത്. അപ്പം ബട്ടൺ ബാറാണ് ഇത് ഹൊറിസോണ്ടൽ ബട്ടൺ ബാർ, ഇത് ടൈറ്റിൽ ഏരിയ. പിന്നെ ഈ ഗേറ്റ് വേ ഓഫ് ടാലിയിലെ മെയിൻ സ്ക്രീനിനെ നമ്മൾ പ്രധാനമായിട്ടും 2 ഡിവിഷൻ ആക്കിയിട്ടാണ് തിരിക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത്, കറണ്ട് പീരീഡ് ഏതാണോ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത് അത് ആ ഒരു പീരീഡാണ്, കറണ്ട് പീരീഡാണ് ഇവിടെ. അതേപോലെ കറണ്ട് ഡേറ്റ് ഏതാണോ ഡേറ്റ് ആ ഡേറ്റ് ഇവിടെ കാണിക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണാം ലിസ്റ്റ് ഓഫ് കമ്പനീസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ ഏതൊക്കെ കമ്പനികളാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയുടെ നെയിം ഇവിടെ ഒരു ഡാർക്ക് ഇതായിട്ട് കാണിക്കും. പിന്നെ ഗേറ്റ് വേ ഓഫ് ടാലിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് മെയിനായിട്ടുള്ള ഗേറ്റ് വേ ഓഫ് ടാലിയുടെ ഏരിയ കിടക്കുന്നത്. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ, ഇൻവെൻട്രി ഇൻഫോർമേഷൻ, പിന്നെ അതിൻ്റെ ട്രാൻസാക്ഷൻസ്, അക്കൗണ്ടിങ് വൗച്ചേഴ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പറയുന്നത്. അപ്പം അതിൽ ക്രിയേറ്റ് കമ്പനി ഉണ്ടാവും, അത് ബാക്കപ്പ് ഏതൊക്കെയാണ്, അത് ഓരോ വേർഷൻ അനുസരിച്ചിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിൻ്റെ ഇവിടെ അതാത് രീതിയിൽ കാണുന്നുണ്ട്. അപ്പം ഗേറ്റ് വേ ഓഫ് ടാലിൻ്റെ സ്ക്രീന് നമുക്കറിയാം, ഇത് ടൈറ്റിൽ ബാർ, ഹൊറിസോണ്ടൽ ബട്ടൺ ബാർ, ഇതും ബട്ടൺ ബാറാണ്. പിന്നെ 2 ഡിവിഷൻ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കറണ്ട് പീരീഡ്, കറണ്ട് ഡേറ്റ്, പിന്നെ ലിസ്റ്റ് ഓഫ് കമ്പനീസ്. റൈറ്റിൽ ഈ ഗേറ്റ് വേ ഓഫ് ടാലിൻ്റെ മെയിനായിട്ടുള്ള പാർട്ടുകൾ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ, ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്കത് സെപ്പറേറ്റ് കാണുന്നില്ല. പക്ഷേ ഇവിടെ കാൽക്കുലേറ്റർ ഏരിയ, നമുക്കിവിടെ Ctrl+N അടിച്ചിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ ഏരിയ ആക്റ്റീവായിട്ട് വരും. Ctrl+N അടിച്ചിട്ടുണ്ടെങ്കിൽ, Ctrl+N അടിച്ചാൽ ഇവിടെ കാൽക്കുലേറ്റർ ഏരിയ ആക്റ്റീവായിട്ട് വരും. കാൽക്കുലേഷനൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യാം. അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ ഈ സൈഡിൽ കുറഞ്ഞ ഭാഗമായിട്ടായിരിക്കും കാൽക്കുലേറ്റർ ഏരിയ കാണുന്നത്. Ctrl+N, അതിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് Ctrl+M അടിച്ചിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ ഏരിയ ഡിസാക്റ്റീവായിട്ട് ഇന്നാക്റ്റീവായിട്ട് വരും. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഇവിടെ നമ്മൾ ടാസ്ക് ബാർ, ഗേറ്റ് വേ ഓഫ് ടാലിൻ്റെത്, പിന്നെ ഇൻഫോ പാനൽ, കാൽക്കുലേറ്റർ ഏരിയ ഒക്കെ കാണുന്നത്. പിന്നെ ഇത് നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ബട്ടൺ ഇവിടെ കാണാം. അപ്പം ഇത്രയൊക്കെയാണ് ടാലിയുടെ സ്ക്രീനിൽ നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഇത് ടൈറ്റിൽ ഏരിയ, ഹൊറിസോണ്ടൽ ബട്ടൺ ബാർ, ഗേറ്റ് വേ ഓഫ് ടാലിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡ്.
പിന്നെ നമുക്ക് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് ടാലി നമുക്ക് എന്തൊക്കെയാണോ ട്രാൻസാക്ഷന് അതിൽ വൗച്ചറും ലെഡ്ജറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് എൻട്രി ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്യണം ആദ്യം. അതിന് നമ്മൾ F3 എടുക്കണം, അല്ലെങ്കിൽ ഈ കമ്പനി ഇൻഫോർമേഷൻ എന്ന് കാണാം റൈറ്റ് സൈഡിൽ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ സെലക്ട് കമ്പനി കാണാം, ഷട്ട് കമ്പനി കാണാം, ക്രിയേറ്റ് കമ്പനി കാണാം, ആൾട്ടർ കാണാം, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ കാണാം. ഇതിൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച കമ്പനിയാണെങ്കിൽ സെലക്ട് കമ്പനി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ഈ ഒരു സിസ്റ്റത്തിൽ 3 കമ്പനിയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ ഏതാണോ നമുക്ക് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇനി പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതാ എടുക്കേണ്ടത്? ക്രിയേറ്റ് കമ്പനിയാണ്. ഇനി കമ്പനിയെ ഷട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ ഷട്ട് കമ്പനി എടുക്കാം. പിന്നെ നമ്മൾ ചെയ്തു വെച്ച കമ്പനി ക്രിയേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ആൾട്ടർ എടുത്താൽ അതിൽ മാറ്റം വരുത്താം. ഇനി നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ്ലി ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ക്രിയേറ്റ് കമ്പനി നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ക്രീൻ അല്ലെങ്കിൽ ഒരു ഫോമാറ്റ് വരും. ഇത് ഫില്ല് ചെയ്യണം നമ്മൾ പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ. നമുക്കിഷ്ടമുള്ള പേരിൽ ചെയ്യാം. ഇത് നമ്മൾ ടാലിയുടെ ഡയറക്ടറി അല്ലെങ്കിൽ ടാലിയിലെ വേർഷനാണ് ഇത് പറയുന്നത്, അല്ലെങ്കിൽ ടാലിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അതിൻ്റെ ഒരു സോഴ്സാണ് ഇവിടെ കാണിക്കുന്നത്. അത് ഓൾറെഡി വന്നോളും. പിന്നെ നെയിം, ഏത് കമ്പനിയാണോ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ നെയിം കൊടുക്കാം. അപ്പം ASDF ഒരു കമ്പനിയുടെ നെയിം കൊടുത്തു. പിന്നെ അതിന് എൻ്റർ ഇങ്ങനെ അടിച്ചു പോയാൽ മതി. മെയിലിംഗ് നെയിം കൊടുക്കാം, അഡ്രസ്സ് കൊടുക്കാം, ഫുൾ അഡ്രസ്സ് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ജസ്റ്റ് ഒന്ന് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. ഫുൾ അഡ്രസ്സ് കൊടുക്കുക. അവിടെ നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന സമയത്ത് അഡ്രസ്സൊക്കെ ഫുള്ള് കൊടുക്കും. പിന്നെ ഇന്ത്യ, പിന്നെ സ്റ്റേറ്റ്, നമുക്ക് കേരളമാണ് വേണ്ടതെങ്കിൽ കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡാർക്കായിട്ട് വരും. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് കേരള. പിന്നെ പിൻകോഡ് അടിച്ചു കൊടുക്കാം, ടെലിഫോൺ നമ്പർ, ഇമെയിൽ, പിന്നെ കറൻസി സിമ്പൽ റുപ്പീസ്. പിന്നെ അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി, അക്കൗണ്ട്സ് ഓൺലി, രണ്ടും കാണാം. ഇവിടെ നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുന്നത് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി കൊടുക്കാം, അല്ലെങ്കിൽ അക്കൗണ്ട്സ് മാത്രം ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ട്സ് ഓൺലി സെലക്ട് ചെയ്യാം. അപ്പം അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി കൊടുക്കുകയാണെങ്കിൽ ഏത് വേണമെങ്കിലും അത് സെലക്ട് ചെയ്തിട്ട് എൻ്റർ അടിച്ചു കൊടുക്കുക. ഫിനാൻഷ്യൽ ഇയർ, ഏത് ഇയറാണോ ചെയ്യുന്നത് ആ ഇയർ തന്നെയായിരിക്കും ബുക്സ് ബിഗിനിങ് ഫ്രമിലും കൊടുക്കേണ്ടത്. പിന്നെ ടാലി വോൾട്ട്, പിന്നെ യൂസ് സെക്യൂരിറ്റി കൺട്രോൾ ആവശ്യമുണ്ടെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. പിന്നെ താഴെ ഇവിടെ ബേസ് കറൻസി സിമ്പൽ, ഏത് കൺട്രീൻ്റെതാണോ അതാത് സിമ്പൽ കൊടുക്കാം. പിന്നെ അത് ഏതിൻ്റെതാണെന്ന് താഴെ എഴുതുക. പിന്നെ ഡെസിമൽ പ്ലേസ് എത്രയാണോ നമുക്ക് കൊടുക്കേണ്ടത് അത് റുപ്പീസിനൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ 2 ഡെസിമൽ പ്ലേസ് കൊടുക്കാം. പിന്നെ ഇൻ സിമ്പൽ, എമൗണ്ടിൻ്റെ മുന്നേ സിമ്പൽ ആവശ്യമുണ്ടെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. പിന്നെ സിമ്പൽ ഫോർ ഡെസിമൽ പോർഷന് സിമ്പൽ വേണമെങ്കിൽ നമ്മളിപ്പോൾ റുപ്പീസ് അല്ലാതെ ഡെസിമലിന് പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കില്ലേ. നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 10 റുപ്പീസ് ആണെങ്കിൽ 10.20 എന്ന് കൊടുക്കും. അതാണ് ഡെസിമൽ പ്ലേസ് 2 കൊടുത്തിട്ടുള്ളത്. അതിന് പൈസ എന്നുള്ള രീതിയിൽ കാണിക്കണമെങ്കിൽ ഡെസിമൽ പോർഷന് സിമ്പൽ കൊടുക്കാം. പിന്നെ ഷോ എമൗണ്ട്സ് ഇൻ മില്യൺസിൽ കാണിക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ സ്പേസ് ഇടണമെങ്കിൽ എമൗണ്ടിൻ്റെയും സിമ്പിൾസിൻ്റെയും ഇടയിൽ സ്പേസ് വേണമെങ്കിൽ യെസ് കൊടുക്കാം. പിന്നെ പ്രിൻറ്റിങ് എമൗണ്ട് ഇൻ വേർഡ്സിൽ വേണമെങ്കിൽ അങ്ങനെ, അത് ഏത് രീതിയിലാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് ആ രീതിയിലായിരിക്കും പിന്നെ വരുന്ന അക്കൗണ്ട്സിലൊക്കെ വരുന്ന കാര്യങ്ങളിൽ നമുക്ക് ഓപ്ഷൻ വരുന്നത്. അപ്പം ഇങ്ങനെ ഇത്രയും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും എൻ്റർ കീ അടിച്ചിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റ് യെസ് ഓർ നോ എന്ന് ചോദിക്കും. നമുക്കിത് ആക്സെപ്റ്റ് ആണെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു എൻ്റർ കീ ഒന്നും കൂടി പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ കമ്പനി ക്രിയേറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ASDF എന്ന് പറയുന്ന കമ്പനി സെലക്റ്റഡ് വന്നു, കമ്പനി ക്രിയേറ്റ് ചെയ്തു. ASDF എന്ന് പറയുന്ന കമ്പനി ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആൾട്ടർ എടുക്കുന്നു, എന്നിട്ട് ASDF കമ്പനി എടുക്കുന്നു. ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തും. ഒന്ന് മാറ്റം വരുത്തണമെങ്കിൽ എസ്കേപ്പ് അടിച്ചിട്ട് പോയാൽ മതി, ഒന്നും വേണ്ടെങ്കിൽ. അപ്പം നമ്മൾ കമ്പനി ഇൻഫോർമേഷൻ അല്ലെങ്കിൽ F3 എടുത്തിട്ട് അതിൽ നിന്നും കമ്പനി സെലക്ട് ചെയ്യാം. ഷട്ട് ദ കമ്പനി എടുക്കാം, പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റഡ് ഗ്രൂപ്പ് ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ ഗ്രൂപ്പ് കമ്പനി ക്രിയേറ്റ് ചെയ്യാം, അത് ആൾട്ടർ ചെയ്യാം.
ടാലി വോൾട്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, സ്പ്ലിറ്റ് കമ്പനി ഡാറ്റകളെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം, കമ്പനിയെ ബാക്കപ്പ് ചെയ്യാം, റീസ്റ്റോർ ചെയ്യാം. ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ ഇതിൽ കമ്പനി ഇൻഫോർമേഷനിൽ വരുന്നുണ്ട്. അപ്പം ഇത്രയാണ് നമുക്ക് ബേസായിട്ട് കമ്പനി ക്രിയേഷനിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം. ഇവിടെ റൈറ്റിൽ താഴെ കാണാം F11 ഫീച്ചേഴ്സ്. ഈ F11 ഫീച്ചേഴ്സിൽ മെയിനായിട്ടും 3 ഫീച്ചേഴ്സാണ് വരുന്നത്. അക്കൗണ്ടിങ് ഫീച്ചേഴ്സ്, ഇൻവെൻട്രി ഫീച്ചേഴ്സ്, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ. ഈ ഒരു കമ്പനി ഫീച്ചേഴ്സിൽ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ബാക്കി നമുക്ക് ചെയ്യേണ്ട ഓപ്ഷൻസ് എല്ലാം വരുന്നത്. ഇപ്പോൾ അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് ഒന്ന് എടുത്തു നോക്കാം, അതിലെന്തൊക്കെയാണ് ഉള്ളത്. അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് ഇതിൽ നമുക്ക് ആവശ്യമുള്ളതിന് യെസ് ആക്കാം, ആവശ്യമില്ലാത്തതിന് നോ അടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇൻറ്റഗ്രേറ്റഡ് അക്കൗണ്ട്സ് ആൻഡ് ഇൻവെൻട്രി. അക്കൗണ്ട്സും ഇൻവെൻട്രിയും തമ്മിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണോ വേണ്ടത്? യെസ്. പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ സ്ഥാനത്ത് ഇൻകം ആൻഡ് എക്സ്പെൻസ് സ്റ്റേറ്റ്മെൻറ്റ്, അത് വേണമെങ്കിൽ യെസ് കൊടുക്കാം അല്ലെങ്കിൽ നോ കൊടുക്കാം. മൾട്ടി കറൻസി വേണോ? പിന്നെ ബിൽ വൈസ്, ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പം അതിൻ്റെ ബിൽ വൈസ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ യെസ് കൊടുക്കാം അല്ലേ. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആവശ്യമുണ്ടോ? ഇതൊക്കെ നമുക്ക് നോ എന്നുള്ളത് കീബോർഡിൽ വൈ അടിച്ചാൽ യെസ് ആയിട്ട് വരും. പിന്നെ ഓരോന്നും പേറോള് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, പിന്നെ കോസ്റ്റ് സെൻറ്റർ അത് ആവശ്യമുണ്ടെങ്കിൽ യെസ് കൊടുക്കാം. ഇൻവെൻട്രി കൈകാര്യം ചെയ്യുന്ന സമയത്ത് ചിലപ്പം കോസ്റ്റ് സെൻറ്ററൊക്കെ ആവശ്യമുണ്ടാകും, അതൊക്കെ യെസ് കൊടുക്കാം. ഓരോന്നും നമുക്ക് ആവശ്യമുള്ളത് യെസ്, അല്ലാത്തത് നോ. ലാസ്റ്റ് ഇതേപോലെ ആക്സെപ്റ്റ് യെസ് ഓർ നോ വരും. അതിൽ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്താലും യെസ് ആയിട്ട് വന്നോളും. പിന്നെ എസ്കേപ്പ് അടിച്ചു കൊടുത്താൽ നെക്സ്റ്റ് ഫീച്ചർ ഇൻവെൻട്രി ഫീച്ചേഴ്സ്. ഇൻവെൻട്രി ഫീച്ചേഴ്സിലും ഇതേപോലെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഓരോന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട്സ് ആൻഡ് ഇൻവെൻട്രി, സീറോ വാല്യൂ എൻട്രീസ്, മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ ഗോഡൗൺ വേണമെങ്കിൽ അങ്ങനെ. ഇപ്പം ചില മാനുഫാക്ചറിങ് കമ്പനികളൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ഗോഡൗൺസ് ആവശ്യമുണ്ടാവും. അപ്പോൾ മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ ഗോഡൗൺസിൻ്റെ അക്കൗണ്ട്സ് ഒക്കെ ചെയ്യേണ്ടി വരും, ആ സമയത്ത് യെസ് കൊടുക്കാം. പിന്നെ ഓരോ സ്റ്റോക്ക് കാറ്റഗറി ഉണ്ടെങ്കിൽ, സ്റ്റോക്ക് കാറ്റഗറി ഇതിനെ പറ്റിയൊക്കെ ഓരോ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ബാച്ച് വൈസ് ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ, ഇതൊക്കെ അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം, ഇവിടെ കൊടുക്കണം ആദ്യം. ഇതൊക്കെ യെസ് ആക്കിയിട്ട് കൊടുക്കണം. ഇപ്പം നമുക്കത് ആവശ്യമുള്ള സമയത്ത് വന്നിട്ട് നമുക്ക് യെസ് ആക്കി ചെയ്യാം. പർച്ചേസ് ഓർഡർ പ്രോസസ്സിങ് ആവശ്യമുണ്ടെങ്കിൽ സെയിൽസ് ഓർഡർ, പിന്നെ ഇൻവോയ്സിങ്, ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് ആവശ്യമുണ്ടെങ്കിൽ, ഡിസ്കൗണ്ട് കോളം വേറെ വേണമെങ്കിൽ, അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക, അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ആക്സെപ്റ്റ് യെസ് ഓർ നോ, അത് എൻ്റർ കീ അടിച്ചാലും കൊള്ളും. പിന്നെ ഒരു ഫീച്ചറും കൂടിയാണ് പിന്നെ നെക്സ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ. അതും ഇതേപോലെ സ്റ്റാറ്റ്യൂട്ടറിയിലെ എക്സൈസ് റൂൾസ്, എനേബിൾ വാറ്റ്, സർവീസ് ടാക്സ്, ഇതൊക്കെ എനേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഓപ്ഷൻസും കൊടുക്കുന്നത്. വാറ്റ് ആവശ്യമാണെങ്കിൽ, പിന്നെ സർവീസ് ടാക്സ്, ഇതൊക്കെ നോയിലാണ് കിടക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് എന്ത് ചെയ്യുക, യെസ് ആക്കിയിട്ട് കൊടുക്കുക. ഇതാണ് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ്റെ സ്ക്രീന് കാണുന്നത്. അപ്പം കമ്പനി ഫീച്ചേഴ്സിൽ പ്രധാനമായിട്ടും ഈ 3 ഫീച്ചേഴ്സുമാണ്: അക്കൗണ്ടിങ് ഫീച്ചേഴ്സ്, ഇൻവെൻട്രി ഫീച്ചേഴ്സ്, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഇതിൽ, റൈറ്റ് സൈഡിൽ F12 കോൺഫിഗറേഷൻ. ഈ F12 കോൺഫിഗറേഷനിൽ കുറേ കാര്യങ്ങൾ കാണാം. ജനറൽ, ന്യൂമറിക് സിംബൽസ്, അക്കൗണ്ട്സ് ഇൻവെൻട്രി ഇൻഫർമേഷൻ, വൗച്ചർ എൻട്രി, ഇൻവോയ്സ് ഓർഡർ എൻട്രി, പ്രിൻറ്റിങ്, കണക്ടിവിറ്റി, ലൈസൻസിങ്, ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കാണാം ഈ കോൺഫിഗറേഷനിൽ. അതിൽ ഓരോന്നും നമുക്ക് ജനറൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും, അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ ന്യൂമറിക്കൽ സിംബൽസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അല്ലേ, സിംബൽസ് ഫോർ യൂസ്, പോസിറ്റീവ് നമ്പേഴ്സിന് പ്ലസ്സോ നെഗറ്റീവിന് മൈനസ്, അല്ലെങ്കിൽ DR, CR എന്നൊക്കെ ഡെബിറ്റിനും ക്രെഡിറ്റിനും ഒക്കെ കൊടുക്കണമെങ്കിൽ ഈ ഒരു സിംബൽസ് ഇതൊക്കെ അവൈലബിൾ ആക്കണമെങ്കിൽ അത് ആണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ അക്കൗണ്ട്സ്
ആൻഡ് ഇൻവെൻട്രി ഇൻഫോർമേഷനിൽ ഇതിലും നമുക്ക് അഡ്വാൻസ് എൻട്രീസ് ആവശ്യമുണ്ടെങ്കിൽ യെസ് കൊടുക്കാം. ലെഡ്ജർ അക്കൗണ്ട്സിന് നോട്ട് ആഡ് ചെയ്യണമെങ്കിൽ, ലെഡ്ജർ അക്കൗണ്ട്സിന് അഡ്രസ്സ് കൊടുക്കണമെങ്കിൽ, അങ്ങനെ ഓരോ കാര്യങ്ങളുമാണ് ഇതിൽ പറയുന്നത്. അക്കൗണ്ട്സ് മാസ്റ്റേഴ്സിൽ അതേപോലെ ഇൻവെൻട്രിയെ സംബന്ധിച്ചിട്ടും കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് യെസ് വേണമെങ്കിൽ യെസ് കൊടുക്കാം, വേണ്ടെങ്കിൽ നോ കൊടുക്കാം. അതേപോലെ വൗച്ചർ എൻട്രിയിലും അക്കൗണ്ടിങ് വൗച്ചേഴ്സിനെ കുറിച്ചിട്ട് ഇവിടെ കുറേ പറയുന്നുണ്ട്. ഓരോന്നും നിങ്ങളിങ്ങനെ വായിച്ച് നോക്കിയാൽ മതി. ഷോ ലെഡ്ജർ കറണ്ട് ബാലൻസ് ആസ് വൗച്ചർ ഡേറ്റ്, പേയ്മെൻറ്റ് റെസിപ്റ്റ് ആസ് കോൺട്രാ ആയിട്ട് കൊടുക്കണോ, ക്യാഷ് അക്കൗണ്ട് ഇൻ ജേർണൽസ് അലോ ക്യാഷ് അക്കൗണ്ട് ഇൻ ജേർണൽസിൽ കൊടുക്കണോ, പിന്നെ യൂസ് CR/DR ഇൻസ്റ്റെഡ് ഓഫ് ടു ബൈ ഡ്യൂറിങ് എൻട്രീൻ്റെ സമയത്ത് വൗച്ചറിൽ നമ്മൾ എൻട്രി ചെയ്യുമ്പം ചിലപ്പം ഡെബിറ്റ് ചെയ്തതിൻ്റെ നേരെ DR എന്ന് കാണാം, ക്രെഡിറ്റ് ചെയ്തതിൻ്റെ നേരെ CR എന്ന് കാണാം, അല്ലെങ്കിൽ ടു ബൈ എന്ന് കാണാം. ഏതാണോ വേണ്ടത് അത് ആവശ്യമുണ്ടെങ്കിൽ യെസ് കൊടുക്കാം. പിന്നെ നെഗറ്റീവ്, പ്രീ അലോക്കേറ്റ് ബിൽസ്, പിന്നെ എക്സ്പെൻസ് ഫിക്സഡ്, അങ്ങനെ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യും. പിന്നെ ഗോ ഡൗൺ ഡീറ്റെയിൽസ് വേണമെങ്കിൽ, പിന്നെ റെഫറൻസ് നമ്പർ ജേർണൽസിന് കൊടുക്കണമെങ്കിൽ, നെഗറ്റീവ് സ്റ്റോക്ക്, എക്സ്പയറി ഡേറ്റ്, ഷോ ബാലൻസ് ഓൺ വൗച്ചർ ഡേറ്റ്. നമുക്ക് ഏതൊക്കെ രീതിയിൽ വേണോ ആ രീതിക്ക് അനുസരിച്ചിട്ട് ഇവിടെ ചേഞ്ച് ചെയ്യാം. പിന്നെ അതേപോലെ ഇൻവോയ്സ് ഓർഡർ എൻട്രീൻ്റെ സ്ക്രീനാണ്. ഇൻവോയ്സ് ഓർഡർ എൻട്രി ഇതും ആവശ്യമുള്ളത് നമുക്ക് മാറ്റിയാൽ മതി. പിന്നെ പ്രിൻറ്റിങ്, ഓരോ സ്ക്രീനും കാണിക്കുക. പ്രിൻറ്റിങ്ങിൽ ഓരോന്നും എങ്ങനെയൊക്കെ വേണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. പ്രിൻ്റ് ഡേറ്റ്, ടൈം, റിപ്പോർട്ട്, ഇതേപോലെ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം. പിന്നെ കണക്ടിവിറ്റി, ലൈസൻസിങ്, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് കോൺഫിഗറേഷനിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ന് ടാലിയുടെ സ്റ്റാർട്ടിംഗ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ടാലി സ്ക്രീന് പരിചയപ്പെട്ടു. അതിലൊരു കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കി അല്ലേ. ടാലി സ്ക്രീനിൽ എന്താണ് ടൈറ്റിൽ ബാർ, ഹൊറിസോണ്ടൽ ബട്ടൺ ബാർ, ഗേറ്റ് വേ ഓഫ് ടാലിയുടെ മെയിൻ ഏരിയ, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും, ഇത് ബട്ടൺ ഏരിയ, പിന്നെ കാൽക്കുലേറ്റർ ഏരിയ താഴെ കാണാം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കമ്പനി ഇൻഫോർമേഷൻ എടുക്കുന്നു, അതിൽ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നു, അതിൽ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പം ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ F11 ഫീച്ചേഴ്സ് പറഞ്ഞു. F11 ഫീച്ചേഴ്സിൽ പ്രധാനമായിട്ടും ഈ 3 ഫീച്ചേഴ്സാണ് പറയുന്നത്. അതിൽ ഓരോന്നും വരുന്ന കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് സെലക്ട് ചെയ്യാം. പിന്നെ കോൺഫിഗറേഷനിൽ ഇത്രയും കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, അതും ഓരോന്നും നമുക്ക് ചെയ്യാം. അപ്പം ഇത്രയും ആണ് ടാലിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട്. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ലെഡ്ജർ ക്രിയേഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സിലേക്കും പിന്നെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എടുത്തിട്ട് അതിൽ ലെഡ്ജർ ക്രിയേഷനും കുറേ ഗ്രൂപ്പ് ക്രിയേഷനൊക്കെ ചെയ്യാം. ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഇത്രയും നിങ്ങൾ ചെയ്ത് നോക്കണം. ടാലി സോഫ്റ്റ്വെയർ എടുത്തിട്ട് നമ്മൾ പറഞ്ഞു ടാലി ഓരോ വേർഷൻ ഇപ്പോൾ 7.2 നിന്നും കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും ERP9. അങ്ങനെ ഏത് വേർഷനാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ചെറിയൊരു ചേഞ്ച് ഓരോന്നിലും ഉണ്ടാവും. എന്നാലും മെയിനായിട്ടുള്ള പാർട്ടുകളെല്ലാം സെയിം തന്നെ ആയിരിക്കും. ഓക്കെ.